ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബിനെക്കുറിച്ച് യഹോവയായ ദൈവം പറയുന്നു, ഭക്തനായ മനുഷ്യൻ, ദോഷം വിട്ടകന്നവനായ മനുഷ്യൻ, കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നവൻ, യാഗം കഴിക്കുന്നവൻ. ഇത് യഹോവയായ ദൈവം പറഞ്ഞതാ. ആമേൻ, സ്തോത്രം. ഒരിക്കൽ പിശാച് ദൈവദൂതന്മാരോട് കൂടെ ചേർന്ന് സ്വർഗത്തിലേക്ക് ചെന്നു. ദൈവത്തോട് പറയുക, നീ യോബിനെക്കുറിച്ച് വലിയ സാക്ഷ്യം പറഞ്ഞല്ലോ. ആ സാക്ഷ്യത്തിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. അവൻ ഭക്തനായിരിക്കാൻ കാരണം നീ അവനോടതെല്ലാം വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ വേലി ഒന്ന് പൊളിച്ചു നോക്കിക്കേ. സ്വർഗത്തിലേക്ക് കയറാൻ ധൈര്യം കാണിച്ച പിശാചിന് ഇയ്യോബിന്റെ വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല. ദൈവം അനുവദിച്ചില്ല. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവം അനുവദിച്ചു. ഇയ്യോബിന് അനുവാദം കൊടുത്തു. ഇയ്യോബിന്റെ ആട് മാട് കൃഷികൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇയ്യോബിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എൻ്റെ 10 മക്കളുണ്ട്, ആ മക്കളിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി ഞാൻ പ്രാപിക്കുമെന്ന്. അല്പസമയം കഴിഞ്ഞപ്പോൾ 10 മക്കൾ മരിച്ചു. 10 മക്കളുടെ ശവം തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. താൻ പറഞ്ഞത്, ആ യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. അപ്പോൾ ഇയ്യോബിന് പ്രതീക്ഷയുണ്ട്, എൻ്റെ ആരോഗ്യം ഞാൻ സകലത്തെയും വീണ്ടെടുക്കുമെന്ന്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇയ്യോബിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. ശരീരം മുഴുവനും വ്രണമായി തീരുവാനിടയായി. അപ്പോഴും ദൈവത്തിനെതിരെ ഒന്നും സംസാരിച്ചില്ല. തനിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. തൻ്റെ ജീവിത പങ്കാളി, തൻ്റെ ഭാര്യ തന്നെ കൈവിടത്തില്ല, ആശ്വാസവാക്ക് പറയുമെന്ന്. എന്നാൽ ആ പ്രതിസന്ധിയിൽ തൻ്റെ ഭാര്യ പറഞ്ഞത്, അവ എന്തിനാ ദൈവഭക്തി മുറുകെ പിടിക്കുന്നത്? വിശ്വാസം തള്ളിക്കള, ഭക്തി ഉപേക്ഷിച്ചു കള, പോയി ചാകാൻ പറഞ്ഞു. മാനസികമായി തളർത്തുവാൻ പിശാച് പദ്ധതി ഒരുക്കി. എന്നാൽ അവിടെയൊന്നും ഇയ്യോബ് ദൈവത്തോട് പാപം ചെയ്തില്ല. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുന്നതാര്? കർത്താവിൽ പ്രിയരെ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവകൃപയിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇയ്യോബിന്റെ ജീവിതം നമുക്കൊരു പാഠമായിരിക്കട്ടെ. ഇയ്യോബിനെ പോലുള്ള പരിശോധനകൾ നമുക്കുണ്ടായിട്ടില്ല, ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം കർത്താവിന് അറിയാം. അതുകൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.